ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന 10 ക്രിസ്ത്യൻ പള്ളികൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1. പുത്തൻ പള്ളി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേവാലയമായ ഇവിടുത്തെ പേര് അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ബസലിക്ക സീറോ മലബാർ ചർച്ച് എന്നാണ്. 79 മീറ്റർ ഉയരമുള്ള ഈ ദേവാലയം ഏഷ്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പള്ളിയായി കണക്കാക്കപ്പെടുന്നു. ഗോതിക് വാസ്തുവിദ്യയുടെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ദേവാലയമാണ് ഇത്. 25,000 ചതുരശ്ര അടിയിലാണ് ഈ പള്ളി പരന്നു കിടക്കുന്നത്. 2. ലൂർദ് പള്ളി. പൗരസ്ത്യ കത്തോലിക്ക വിഭാഗത്തിലെ സീറോ മലബാർ കത്തോലിക്ക സഭയുടെ തൃശൂർ അതിരൂപതയുടെ കത്തീഡ്രൽ പള്ളിയാണിത്. നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇത് അതിമനോഹരമായ ഇന്റീരിയർ കൊണ്ട് ശ്രദ്ധേയമാണ്. കൂടാതെ ഇത് വാസ്തുവിദ്യാ രൂപകൽപ്പനയുടെ മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്നു. ഫാദർ ജോൺ മാളിയേക്കലാണ് ഈ പള്ളി ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. എല്ലാ മാസവും ആയിരക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്ന കത്തീഡ്രൽ പള്ളിയാണിത്. 3. കുരിയച്ചിറ പള്ളി. നിങ്ങളെ ദൃശ്യപരമായി സമ്പന്നമാക്കാൻ കഴിയുന്ന മറ്റൊരു കത്തോലിക്ക പള്ളിയാണിത്. വെളുത്ത താഴികക്കുടവും ബലിപീഠവും തീർച്ചയായും ഒരു സൗന്ദര്യമാണ്. തൃശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് ഈ പള്ളി. അന്തരീക്ഷം ദൈവികതയാൽ നിറഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും ലളിതമായി ധ്യാനത്തിനുള്ള മികച്ച സ്ഥലമാണിത്. 4. സെന്റ് ആന്റണീസ് പള്ളി. തൃശ്ശൂരിലെ ഒല്ലൂർ എന്ന സ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടിയിൽ പള്ളി അതിന്റെ എല്ലാ ശക്തിയിലും നിലകൊള്ളുന്നു. ഈ പള്ളിയുടെ അധികാര പരിധിയിൽ ഏകദേശം 18 പള്ളികളുണ്ട്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന ഒല്ലൂരിനെ ചെറിയ റോം എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്തെ ക്രിസ്ത്യാനികളുടെ വലിയ ജനസംഖ്യയാണ് ഈ പേരിന് കാരണം. 5. മേരിമാതാ പള്ളി. ഈ പള്ളിയും ഒല്ലൂർ ജംഗ്ഷന്റെ സമീപ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 700 ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഒരു പ്രമുഖ വ്യക്തിയാണ് പള്ളിയുടെ തലവൻ. സെന്റ് ആന്റണി സീറോ മലബാർ കത്തോലിക് ഫെറോന പള്ളിയുടെ കീഴിലാണ് ഈ പള്ളി. 6. പാവറട്ടി പള്ളി. ഈ ദേവാലയം പാവറട്ടി സെന്റ് ജോസഫ് പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏകദേശം 1.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു പള്ളിയാണ് ഇത്. ഇവിടുത്തെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് വളരെ പ്രശസ്തമാണ്. 1876 ഏപ്രിൽ 13 പെസഹ വ്യാഴാഴ്ചയാണ് ഒരു താൽക്കാലിക പള്ളിയായി ഇത് പണിതത്. താമസിയാതെ തന്നെ പ്രധാന പള്ളി പണിയാൻ തീരുമാനിക്കുകയും 1880 പുതിയ പള്ളി വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. ഈസ്റ്ററിനു ശേഷം വരുന്ന 3-ാമത്തെ ഞായറാഴ്ചയാണ് ഇവിടുത്തെ പെരുന്നാൾ. 7. കപ്പല് പള്ളി. എറബ് സെന്റ് തെരേസാസ് ഷിപ്പ് ചർച്ച് എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കപ്പലാകൃതിയിലുള്ള ഈ പള്ളി രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള നൂതനമായ ആശയം അക്കാലത്ത് ഫാദർ ഇമ്മാനുവൽ റാത്തപ്പള്ളി അവതരിപ്പിച്ചു. പേര് സൂചിപ്പിക്കുന്നത് പോലെ കപ്പലാകൃതിയിലുള്ള ഈ പള്ളി രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള നൂതനമായ ആശയം അക്കാലത്ത് ഫാദർ ഇമ്മാനുവൽ റാത്തപ്പള്ളി അവതരിപ്പിച്ചു. ഈ ഡിസൈൻ 30 വർഷത്തിന് മുമ്പാണ് തീരുമാനിച്ചത്. ഒരു പള്ളി എന്ന നിലയിലും വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും ഈ പള്ളി പ്രശസ്തമാണ്. 8. പാലയൂർ പള്ളി. ദേശീയ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രവും ഭാരതത്തിലെ ആദ്യ ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഒന്നുമാണ് പാലയൂർ പള്ളി. ക്രിസ്തുവർഷം 52 തോമസ് ലീഹ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ആദ്യം അദ്ദേഹം അവിടെ ഒരു കുരിശ് മാത്രം സ്ഥാപിക്കുകയും പിന്നീട് പള്ളി പണി കഴിപ്പിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. അദ്ദേഹം ഇന്ത്യയിൽ സ്ഥാപിച്ച 7 പള്ളികളുടെ ഭാഗമാണ് ഇത്. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ തൃശൂർ അതിരൂപതയിൽ ഉൾപ്പെടുന്നതാണ് ഈ പള്ളി. 9. ലത്തീൻ പള്ളി. സേക്രഡ് ഹാർട്ട് ലാറ്റിൻ കത്തോലിക്ക സഭ എന്നാണ് ഈ പള്ളിയുടെ പേര്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും നിങ്ങളുടെ മനസ്സിന് നവോന്മേഷം നൽകാനും ഈ പള്ളിയുടെ അന്തരീക്ഷം വളരെ സഹായിക്കുന്നുണ്ട്. വളരെ ശാന്തവും പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു അന്തരീക്ഷമാണിത്. ഇവിടുത്തെ ഊട്ടുതിരുന്നാൾ വളരെ പ്രശസ്തമാണ്. 10. ലിറ്റിൽ ഫ്ലവർ ചർച്ച്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരത്താണ്. വലിയ പ്രൗഢിയിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന പള്ളികളിൽ ഒന്നാണിത്. നവംബർ മാസത്തിൽ എല്ലാ വർഷവും 3-ാമത്തെ ശനിയാഴ്ചയും ഞായറാഴ്ചയും അവരുടെ വാർഷിക വിരുന്ന് ആഘോഷിക്കുന്നു. തൃശൂർ നഗരത്തിലെ മനോഹരവും സമാധാനപരവുമായ പള്ളികളിൽ ഒന്നാണെങ്കിലും ഉത്സവ ദിനങ്ങളിൽ രംഗം വിപരീതമാണ്. കുറ്റമറ്റ ആഘോഷം അതിരുകളില്ലാതെ തുടരുന്നു. കൂട് തുറക്കലും ഘോഷയാത്രയുമാണ് പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.